ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് പുതിയൊരു ദശകം പഠിക്കാം. ശ്രീമദ് നാരായണീയം ദശകം 61 വിപ്രപത്നി അനുഗ്രഹം. ഈ ദശകത്തിൽ ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നത് വിപ്രപത്നികൾക്ക് ഭഗവാൻ അനുഗ്രഹം കൊടുക്കുന്നതാണ്. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ടു ഗോപവനിതകൾക്ക് അനുഗ്രഹം കൊടുത്തത്. അതിനുശേഷം ഭഗവാൻ അതിഭക്തകളായ ബ്രാഹ്മണ സ്ത്രീകളെ അനുഗ്രഹിക്കുന്നതിനായി വൃന്ദാവനത്തിൽ നിന്നും അതിദൂരത്തിലുള്ള ഒരു വനത്തിലേക്ക് പോയി. വൃന്ദാവനത്തിലെത്തിയ ഭഗവാൻ കൂടെയുണ്ടായിരുന്ന ഗോപബാലന്മാരെല്ലാം വിശപ്പും ദാഹവും പൊറുക്കാതെ കഷ്ടപ്പെടുന്നതും അകലെയല്ലാതെ ബ്രാഹ്മണർ യജ്ഞം നടത്തുന്നതും കണ്ടു. ഭഗവാൻ കുട്ടികളെ ബ്രാഹ്മണരുടെ അടുക്കൽ ആഹാരം യാചിക്കാൻ പറഞ്ഞുവിട്ടു. ഗോപകുമാരന്മാർ ബ്രാഹ്മണരുടെ അടുക്കൽ ചെന്ന് ആഹാരം യാചിച്ചു. കൃഷ്ണന്റെ നാമം ഉച്ചരിച്ചാണ് അവർ ഭക്ഷണം യാചിച്ചത്. പണ്ഡിതരെന്ന് നടിക്കുന്ന അവർ കാതു കേൾക്കാത്തവരെ പോലെ അഭിനയിച്ചു. ബ്രാഹ്മണരുടെ മൗനവും അനാദരവും കുട്ടികൾ വളരെ ദുഃഖിതരായിത്തീർന്നു. പക്ഷെ ഭക്തിയില്ലാത്ത ബ്രാഹ്മണർക്ക് അന്നദാനത്തിന് കഴിയില്ലല്ലോ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ ഇവിടെയുള്ളതായി ബ്രാഹ്മണ പത്നിമാരെ അറിയിക്കൂ. അവർക്ക് ഭഗവാനിൽ ഭക്തിയും ദീനന്മാരിൽ ദയയുമുണ്ട്. അവർ നിങ്ങൾക്ക് ആഹാരം തരും. അപ്പോൾ അവർ ബ്രാഹ്മണ പത്നികളുടെ സമീപം ചെന്ന് അന്നം യാചിച്ചു. വളരെ കാലമായി ഭക്തിയോടുകൂടി ഭഗവാനെ ഭജിക്കുന്ന ബ്രാഹ്മണ സ്ത്രീകൾ ഭഗവാന്റെ പേര് കേട്ടയുടൻ ഭർത്താക്കന്മാർ തടഞ്ഞിട്ടും ചതുർവിധ ആഹാര സാധനങ്ങളും എടുത്ത് ഭഗവാന്റെ അടുത്തെത്തിച്ചേർന്നു. മുടിയിൽ മനോഹരമായ മയിൽപ്പീലി ചൂടി കവിളുകളിൽ വർണ്ണപ്പകിട്ടാർന്ന കർണാഭരണമണിഞ്ഞ് കണ്ണുകളിൽ ആർദ്രമായ നോട്ടവും വഹിച്ച് ഗോപബാലനായ സുഹൃത്തിൻ്റെ ചുമലിൽ ഒരു കൈ വെച്ച് നിൽക്കുന്ന ഭഗവാനെ ബ്രാഹ്മിണികൾ കണ്ടു. മറ്റുള്ള ബ്രാഹ്മിണികളെല്ലാം ഭഗവാന്റെ അടുക്കലേക്ക് നടന്നപ്പോൾ അങ്ങനെ പുറപ്പെടാൻ തയ്യാറായ ഒരു ബ്രാഹ്മണ സ്ത്രീയെ അവളുടെ പ്രിയപ്പെട്ട ഭർത്താവ് യാഗം ചെയ്തുകൊണ്ട് തന്നെ കൈക്ക് പിടിച്ച് തടഞ്ഞു. അവൾ ഏകാഗ്രതയോടെ ഭക്തിയുടെ പാരമ്യത്തിൽ മുഴുകി ഭഗവാനെ ധ്യാനിച്ച് മോക്ഷം പ്രാപിച്ചു. ഭഗവാൻ ബ്രാഹ്മണ സ്ത്രീകൾ കൊണ്ടുവന്ന ആഹാരപദാർത്ഥങ്ങൾ വാങ്ങി അവരെ അനുഗ്രഹിച്ചു. അംഗസ്പർശത്തോടു കൂടിയ ദാസ്യത്തിനവരെ അനുവദിച്ച് യജ്ഞത്തിനായി ഗൃഹത്തിലേക്കയച്ചു. അവരുടെ ഭർത്താക്കന്മാർക്ക് അവരെക്കുറിച്ച് സന്തോഷം തോന്നിക്കുകയും ചെയ്തു. സ്ത്രീകൾ മടങ്ങിവന്ന് യാഗം പരിപൂർണതയിലെത്തിയപ്പോൾ ഭക്തിരാഹിത്യത്തെക്കുറിച്ച് ചിന്തിച്ച് യഥാർത്ഥ സത്യം ഗ്രഹിച്ച ബ്രാഹ്മണർ ഭഗവാനെ ഭക്തിപൂർവം സ്തുതിച്ചു. ഈ ദശകം ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 61 വിപ്രപത്നി അനുഗ്രഹം. ശ്ലോകം 1. തതശ്ച വൃന്ദാവനദോതിദൂരദോ വനം ഗതസ്ത്വം ഖലു ഗോപഗോകുലൈഃ ഹൃദന്തരേ ഭക്തതരദ്വിജാംഗനാ കദംബകാനുഗ്രഹണാഗ്രഹം വഹൻ. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. തത ച ചേർത്തിട്ട് തതശ്ച വൃന്ദാവനത അതിദൂരദോ വനം ഗത സ്ത്വം ഖലു ഗോപ ഗോകുലൈഃ ഹൃദന്തരേ ഭക്തതര ദ്വിജാംഗനാ കദംബകാനുഗ്രഹണാഗ്രഹം വഹൻ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. തത ച അതിനുശേഷം, ത്വം അങ്ങ്, ഹൃദന്തരേ മനസ്സിൽ, ഭക്തതരദ്വിജാംഗനാ കദംബകാനുഗ്രഹണാഗ്രഹം ഏറെ ഭക്തകളായ ബ്രാഹ്മണ സ്ത്രീകളുടെ സമൂഹത്തെ അനുഗ്രഹിക്കുന്നതിനുള്ള അഭിലാഷത്തെ വഹൻ വഹിക്കുന്നവനായി ഗോപഗോകുലൈ
ഗോപന്മാരോടും ഗോക്കളോടും കൂടി വൃന്ദാവനത്തിൽ നിന്ന് അതിദൂരത ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന വനത്തെ ഗത ഖലു ഗമിച്ചുവല്ലോ. ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഗത ത എന്നാണേ, ഗത എന്നല്ല. ഗത എന്ന് പറഞ്ഞാൽ ആയുധാണല്ലോ ഗത, ഇത് ഗത എന്നാണേ, ശ്രദ്ധിച്ചോളൂ. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. തത ച, അത് ചേർത്തെഴുതുമ്പോൾ തതശ്ച എന്ന് വരും, എന്നും കൂടി വരും. തതശ്ച. വൃന്ദാവനത അതിദൂരതോ, ചേർത്ത് ചൊല്ലുമ്പോൾ വൃന്ദാവനതോതിദൂരതോ, ഇവിടെ നീട്ടിയിട്ട് ദൂരതോ എന്ന് പറഞ്ഞാൽ മതി. വൃന്ദാവനതോതിദൂരതോ. വനം ഗതത്വം ചേർത്തിട്ട് ഗതസ്ത്വം. ഖലു ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഗോപഗോകുലൈ, അവിടെ വിസർഗം. ഹൃദന്തരേ ഭക്ത, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ത എന്നുള്ളത് കാത്ത എന്നാണ്, ഒട്ടും മൂന്നണ്ട. ഭക്തതര ദ്വിജാംഗനാ കദംബകാനുഗ്രഹണാഗ്രഹം, അത് ഒന്നിച്ച് ചൊല്ലാനുള്ളതാണ്. കദംബ ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. കദംബകാനുഗ്രഹണാഗ്രഹം വഹൻ, അങ്ങനെ നിർത്താം. തതശ്ച വൃന്ദാവനതോതിദൂരതോ വനം ഗതസ്ത്വം ഖലു ഗോപഗോകുലൈ. ഹൃദന്തരേ ഭക്തതരദ്വിജാംഗനാ കദംബകാനുഗ്രഹണാഗ്രഹം വഹൻ. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. തതോ നിരീക്ഷ്യാ ശരണേ വനാന്തരേ കിശോരലോകം ക്ഷുധിതം തൃഷാകുലം അദൂരതോ യജ്ഞപരാൻ ദ്വിജാൻ പ്രതി വ്യസർജയോദീദിവിയാചനായ താൻ. നമുക്ക് ഈ ശ്ലോകം പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. തതോ നിരീക്ഷ്യാ ശരണേ വനാന്തരേ കിശോരലോകം ക്ഷുധിതം തൃഷാകുലം അദൂരതോ യജ്ഞപരാൻ ദ്വിജാൻ പ്രതി വ്യസർജയോ ദീദിവി യാചനായ താൻ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. തഥ പിന്നീട്, ത്വം അങ്ങ്, അശരണേ ആശ്രയമൊന്നുമില്ലാത്തവനും, വനാന്തരേ കാട്ടിനകത്ത്, ക്ഷുധിതം വിശക്കുന്നവരും, തൃഷാകുലം ദാഹം കൊണ്ട് ക്ലേശിക്കുന്നവരുമായ കിശോരലോകം കുട്ടികളെ, നിരീക്ഷ്യ കണ്ടിട്ട്, അദൂരത അധികം ദൂരത്തിലല്ലാതെ, യജ്ഞപരാൻ യജ്ഞത്തിൽ തൽപരരായ, ദ്വിജാൻ പ്രതി ബ്രാഹ്മണരോട്, ദീദിവി യാചനായ ചോറു യാചിക്കുന്നവനായി, താൻ അവരെ വ്യസർജയ പറഞ്ഞയച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. തതോ നിരീക്ഷ്യാശരണേ, നിരീക്ഷ്യ അശരണേ ചേർത്തിട്ട് നിരീക്ഷ്യാശരണേ. ക്ഷ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വനാന്തരേ കിശോരലോകം ക്ഷുധിതം, ക്ഷു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നണം. ധി എന്നുള്ളതും. തൃഷാകുലം, ത്രീ എന്നല്ല തൃഷാകുലം. അദൂരതോ യജ്ഞപരാൻ, യജ്ഞ എന്നുള്ളത് ജ ഞ എന്നാണ്, യജ്ഞപരാൻ. ദ്വിജാൻ പ്രതി വ്യസർജയോ, ജ എന്ന് രണ്ട് ജ എന്നുണ്ട്, മെല്ലെ നൂന്നണം. വ്യസർജയോ ദീദിവിയാചനായ, ദന്ന് ദയയിലത്തെ ദ എന്നാണ്, ദീദിവിയാചനായ താൻ, അങ്ങനെ നിർത്താം. തതോ നിരീക്ഷ്യാ ശരണേ വനാന്തരേ കിശോരലോകം ക്ഷുധിതം തൃഷാകുലം അദൂരതോ യജ്ഞപരാൻ ദ്വിജാൻ പ്രതി വ്യസർജയോദീദിവിയാചനായ താൻ. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ, ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.